ഗൈസ്, കുറെ കാലത്തിന് ശേഷം കോളേജ് വ്ലോഗ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുക. പതിവ് തെറ്റിക്കാതെ ഇന്നും കാക്കു തന്നെയാണ് ആക്കി തരുന്നത്. പിന്നെ കുറെ ആൾക്കാർ നമ്മൾ അന്വേഷിച്ചിരുന്നു, നമ്മൾ ഏടും പോയിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. എക്സാം നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് തന്നെ അതിന്റേതായ ടെൻഷന്റെ മുഖത്തുണ്ട്. പിന്നെ ഫർഹാനെയും കൂട്ടി നമ്മൾ നേരെ എക്സാം ഹാൾക്ക് കടന്നു. അങ്ങനെ ഒരു നീണ്ട 1.5 മണിക്കൂറിന് ശേഷം എക്സാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ സൗണ്ട് അപ്പല്ലേ കാണുന്നത്, ഒരാൾ കോഴി കൂണ പോലെ ചിരിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് കെമിസ്ട്രിക്കാർ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലാന്ന്, ഹാഫ് മീറ്റിംഗ് ആണെന്നും പറഞ്ഞു. അന്നേരം പെരുന്നാളിന് മാസം കണ്ട ഫീലിൽ ഞാൻ വേഗം മേലോട്ട് പറഞ്ഞത് സത്യമാണോന്ന് അറിയണ്ടേ, അതുകൊണ്ട് ഒന്നും നോക്കില്ല, നേരെ സ്റ്റാഫ് റൂമിൽ പോയി. ഇതാണ് നമ്മളെ ഇപ്പത്തെ HOD എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാസ് എന്താ അന്വേഷിക്കാൻ പോയ ഞാൻ അവിടെയും ബ്ലോഗ് അവിടെ നമ്മുടെ ഡാൻസ് മാസ്റ്റർ ശരവണൻ സാറും നമ്മുടെ അഡ്വൈസർ ജെസില മിസ്സും സെലിന മിസ്സും എല്ലാവരും ഉണ്ട്. ക്ലാസ്സിലെത്തിയപ്പോൾ നിറ്റിംഗ് രണ്ടാളും ലോക ഫിലിമിന്റെ ക്ലൈമാക്സ് പറഞ്ഞു. ഞങ്ങൾ ആരും അത് മെയിൻ ആക്കാതെ കേക്കൊക്കെ കഴിക്കും. പിന്നെ സെലിന മിസ് വന്നു. പിന്നെ പ്രൊജക്ടിന്റെ സിനോപ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാണ്ടിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് അങ്ങനെ ഇവിടെ ഒരാളെ റയർ പോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സെൽമ പിന്നെ പുതിയ ഫോം കൊണ്ടുവന്ന പൊലിവില്. അങ്ങനെ ആ ഫോം വാങ്ങി 2 ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം ആ പൊലിവ് അങ്ങ് തീർത്തു. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ അദിനാനെ കണ്ടത്. ഓനക്ക് പിന്നെ കുറെ ഷോ കാണിക്കണ്ടാവും. അതിലൊന്നാണ് ഈ ചെക്കൻ നിസാരണക്കാരനല്ലോ, ഭയങ്കര വലിയ ബോക്സർ ഒക്കെയാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ ഓരോ കോപ്ലായങ്ങൾ ഓൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് ഫുഡ്. ഇതാണ് നമ്മൾ ആകില്ല ലിപ്സ്റ്റിക് ഇടാത്തോണ്ടാണ് അവൾ ക്യാമറന്റെ മുമ്പ്. പിന്നെ ശരവണൻ സാർ വന്നു. ക്ലാസ് എടുത്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. അപ്പോഴാണ് പീജിലെ തന്നെ കണ്ടത്. ആള് പറയാം നമ്മളെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണെന്ന്. അപ്പൊ ഞാൻ മറ്റേതായി പാപ്പാസാണ്. പിന്നെ നാളെ കോളേജിലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിന്റെ ഡാൻസ് പ്രാക്ടീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ചങ്ക് മീനുവിനെ കണ്ടത്. പിന്നെ മീനുവിനോട് യാത്രയും പറഞ്ഞ് നമ്മൾ ബസ് കയറി അങ്ങ് പോവാൻ. അപ്പൊ നാളെ കാണാം.